കുക്കു നീച്ചു. ഒരു മിനിറ്റ് ഹൈറ്റ് കുറച്ച് കൂട്ടട്ടെ. എൻ്റെ അല്ല. ഹലോ. രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് ശബ്ദം കുറച്ച് എന്താ ഈ വേഷത്തിലെന്നാണ് എല്ലാവരും ചിന്തിച്ചത്. ഇതുവരെ ഞാനൊരു വീഡിയോയിൽ ഉണ്ടാക്കിയൊരു ഡ്രസ്സാണത്. ഇതിന് അതായത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് തയ്ച്ച് 2-3 ദിവസം എടുത്ത് തയ്ച്ചെടുത്ത ഡ്രസ്സാണിത്. ഓണത്തിനിടാൻ വേണ്ടിയിട്ട് പട്ടുവല. പക്ഷെ ഇത് ഇട്ടിരുന്നു. പിന്നെ ഞാനിത് ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് ഇട്ടു. പിന്നെ ആ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കാരണം ഫോട്ടോ വീഡിയോ എടുക്കാൻ ഒരു മൂഡുണ്ടായില്ല. അപ്പോൾ അത് കാരണം ഇട്ടില്ല. അപ്പോൾ ഞാൻ തയ്ച്ച ഡ്രസ്സാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അന്നെൻ്റെ മുഖമൊക്കെ ആകെ ഡല്ലായതുകൊണ്ട് ഒന്നും കൂടി തടിച്ച് ഒരുമാതിരി രൂപമായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഞാൻ അലമാരയിൽ കണ്ടപ്പോൾ ഇത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ വീഡിയോ. റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഈ ഡ്രസ്സ് കാണിച്ചിരുന്നതാണ്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടോ ഈ ഡ്രസ്സ് തയ്ച്ചത്. പഫ് കൈയൊക്കെ എനിക്ക് പഫ് കൈയൊന്നും ഞാൻ തയ്ച്ചിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമായി തയ്ച്ചിട്ടാണ്. ആദ്യം വിചാരിച്ചു സെയിം കളർ തന്നെ ഫുള്ള് സെയിം കളർ എടുക്കാമെന്ന്. പിന്നെ വിചാരിച്ചു കൈ പഫ് ഇവിടെ പ്ലെയിൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ തയ്ച്ചെടുത്തതാണ്. എല്ലാവരും ഉറക്കമൊഴിച്ച് രാവിലെ 5 മണി 5:30 വരെയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഡ്രസ്സിന് തയ്ച്ചെടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം എനിക്ക് ഹെൽത്തിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഉറക്കമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ തയ്ച്ച ഡ്രസ്സാണ്. പക്ഷേ ഇട്ടപ്പോൾ മാത്രമേ ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. പിന്നെ ഈ സ്റ്റോൺ വർക്കാണെങ്കിലും ശരി, ഇതൊക്കെ ഫുള്ള് മീഷോനാണ്. സാരി മീഷോന്ന് ഞാനൊരു പട്ട് സാരി ഓർഡർ ചെയ്തു. ആ പട്ട് സാരിനെ ഇപ്പോൾ കുപ്പുവിനും കൂടെ എന്നെ തയ്പ്പിച്ചെടുത്ത. പക്ഷേ കുപ്പുവിൻ്റെ പട്ടുപാവയുടെ ലാസ്റ്റാണ് തയ്ച്ചത്. പക്ഷേ അത് തയ്ച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മെയിൻ്റെ മൊത്തൻ്റെ കയ്യിൽ പോയി. അത് കൊള്ളായി. ഞാനതവിടെ അങ്ങനെ കട്ട് ചെയ്ത പീസാണ് വെച്ചിരിക്കുന്നു. അത് തയ്ച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മാത്രമുള്ള എൻ്റെ ഭാഗ്യം കൊണ്ട് ഓക്കെ ആയത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സാരിയാണ്. സാരി കൊണ്ട് തയ്ച്ച പട്ടുപാടയാണ്. പിന്നെ ഈ സ്റ്റോൺ വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. അതും എന്താണ് സ്റ്റോണാണെങ്കിലും ശരി, ഈ സ്റ്റോൺ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടാണ്. ഈ സ്റ്റോൺ മാത്രമല്ല, കുറേ സ്റ്റോണുകൾ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടാണ്. എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നു അല്ലെങ്കിൽ ഇത് നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം ചില ഡ്രസ്സിലുണ്ടാവുമല്ലോ നമ്മൾ ഒട്ടിച്ച് വെച്ചത്, പക്ഷെ അത് ഒരളക്കൽ തന്നെ അത് കേടാവും. പക്ഷെ ഞാൻ ഉണ്ടല്ലോ ഈ ഡ്രസ്സ് അലക്കിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് അലക്കിയപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അത് ഈ സ്റ്റോൺ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനൊരു പശ വാങ്ങിച്ചിട്ടുണ്ടാവും. പിന്നെ വേറെ അതിൻ്റെ റിവ്യൂ വേറെ എന്താ പറയുക, അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പശയാണ്. അപ്പോൾ അത് ആ പശ പോരില്ല, ഇത് പോരില്ല.
നമുക്ക് ഇത് സാരിയുടെ, അതായത് സാരി നമ്മൾ ഇങ്ങോട്ട് എടുക്കില്ലേ, ഇങ്ങോട്ട് എടുക്കുന്ന ഭാഗം കൊണ്ടാണ് സാരിയുടെ എന്താ പട്ടുപാട് അടിച്ചിട്ടില്ല. ബ്ലൗസ് എന്ന് വെച്ചാൽ മുന്താണിയല്ല, എന്താ പറയുക, അടിഭാഗം ഉണ്ടാവുമല്ലോ, നെറ്റിൻ്റെ അടിഭാഗം, മുന്താണിയല്ല, എന്താ പറയുക, ജസ്റ്റ് എൻ്റെ ടവലെടുക്കുക. അതായത് ഇതിൽ എൻഡ് ഭാഗം ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ എൻഡ് ഭാഗം, ഈ ഭാഗത്തെ വർക്കാണ് ഞാൻ ബ്ലൗസിന് തയ്ച്ചിട്ടുള്ളത്. പിന്നെ മുല്ലപ്പൂ, പ്ലാസ്റ്റിക് മുല്ലപ്പൂവാണ്. ഇത് ജസ്റ്റ് വെച്ചെന്നുള്ള പുറത്ത് ഏതായാലും തെറ്റില്ല, അതൊന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടൊക്കെ ഇട്ട്, ശരി, എൻ്റെ അടുത്ത് പൊട്ടൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടമാണ് പൊട്ടിടുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ എടുക്കുമ്പോഴൊക്കെ പൊട്ടിടാൻ വേണ്ടിയിട്ട് പൊട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കുപ്പികളമ്മ വാങ്ങിച്ചിരുന്നതാണ്. പിന്നെ ഈ മുല്ലപ്പൂ വാങ്ങിച്ചിരുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് ഓണത്തിന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അതും കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫോട്ടോസ് ഞാൻ എടുത്തത് എന്താ എല്ലാം ഇടുന്നുണ്ട്. സാധാ എന്താ പറയുക, ഐഫോണൊന്നുമല്ല, സാധാ ഫോണിലുള്ള ഫോട്ടോ തന്നെയാണ്. അപ്പോൾ ആ ഫോട്ടോ കൂടി ഞാൻ ഇതിലിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആകെ ഫോളോവേഴ്സ് 49 ഉള്ളൂ. എനിക്ക് 49 ജൂൺ ആകുമ്പോഴത്തേനും ഒരു 100 ഫോളോവേഴ്സിനെങ്കിലും എനിക്ക് ആക്കിയെടുക്കണം നല്ലൊരാഗ്രഹമുണ്ട്. പക്ഷെ ഒന്നാമത് ഞാൻ യൂട്യൂബിൽ ചാനലിൽ ആക്റ്റീവല്ല. എനിക്കൊരു ചാനൽ തുടങ്ങിയെന്നുള്ളത് അതിൽ ആക്റ്റീവും കാര്യങ്ങളൊന്നുമല്ല. ആഗ്രഹമുണ്ട്, നടക്കണില്ല. ഇൻഷാ അല്ലാഹ് അപ്പോൾ എത്രയും പെട്ടെന്ന് ആക്റ്റീവായിട്ട് ഇതിന് യൂട്യൂബ് ചാനലിൽ ഒരു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനിപ്പോഴും പറയുന്ന ഡയലോഗാണ്, നെക്സ്റ്റ് ഞാൻ ആക്റ്റീവാകുന്നു. എന്തുകൊണ്ടോ നടക്കുന്നില്ല. എൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടാണ് എനിക്ക് നല്ലോണം ആക്റ്റീവായിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കുള്ളൂ. ഞാനിങ്ങനൊന്നും പറയാറില്ല, ഞാൻ ഇതുവരെ അങ്ങനെ എന്നെ ഫോളോ ചെയ്യണമെന്ന് അവരോടും പറഞ്ഞ് കെഞ്ചാറില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് അത്രയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ട്. ശരി, ടാറ്റാ, ബൈ ബൈ.